ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ. അപ്പം ഞാനതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. എവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ വഴിയേ പറയാം കേട്ടോ. അതിന് മുന്നായിട്ട് നമുക്ക് അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഷോപ്പിലൊക്കെ കയറണം. അപ്പോൾ അവിടെയാണ് നമ്മൾ ആദ്യം വന്നേക്കുന്നത്. നമ്മൾ വന്നേക്കുന്നത് പറവൂരാണ് കേട്ടോ. പറവൂർ മാക്സിലാണ് വന്നേക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഓൾറെഡി ഇറങ്ങാനായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായി. അപ്പം നമ്മൾ ധൃതി പിടിച്ച് പോകുന്ന റൂട്ടിൽ ഏതെങ്കിലും ഷോപ്പ് കണ്ടാൽ കയറി നമുക്ക് സാധനം മേടിച്ചിട്ട് പോകാമെന്നുള്ള ഇതിലായിരുന്നു നമ്മൾ വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് മാക്സ് കണ്ടപ്പം അവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇഷ്ടപ്പെട്ട് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. ആക്ച്വലി നമുക്ക് ആവശ്യമുള്ളത് കിഡ്സിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ സെക്ഷനിലോട്ടാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ സാധാരണ കൊടുങ്ങല്ലൂർ മാക്സിൽ ഞാൻ ഒരു തവണ 2-3 തവണ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ചെന്ന സമയം നല്ല കറക്റ്റ് ടൈമായിരുന്നു. കാരണം ഇവിടെ ഈ പറവൂർ മാക്സ് ഓപ്പൺ ആയിട്ട് ഇപ്പം 2 ദിവസമേ ആയിട്ടുണ്ടായുള്ളൂ ഞങ്ങൾ ചെന്നപ്പോൾ കേട്ടോ. അപ്പം അതിൻ്റേതായിട്ടുള്ള കളക്ഷൻസ് ഒത്തിരി ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ മക്കളും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിലുള്ള കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ നല്ല 8ൻ്റെ പണിയാണ്. അവർ പിന്നാലെ ഇങ്ങനെ നടക്കണം. ഇന്ന് പിന്നെ എൻ്റെ മോനാണ് കേട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവൻ്റെ ആ ഒരു ഹൈറ്റിലാണ് അവൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ദയവായി ക്ഷമിക്കുക. അപ്പം ഞാൻ ഡ്രസ്സ് നോക്കി സെലക്ട് ചെയ്യുന്നതിൻ്റെ തിരക്കിലായതുകൊണ്ട് മോൻ തന്നെ പറഞ്ഞ് അവൻ എടുത്തോളാന്ന് കേട്ടോ വീഡിയോ. ഉമ്മച്ചി ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ മേടിച്ചിട്ട് ആളിങ്ങനെ നടക്കുവാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി. മോള് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ നല്ല നല്ല ഡ്രസ്സൊക്കെ കാണുമ്പോൾ ആളും പോയി ഒന്ന് നോക്കുന്നുണ്ട്. പിന്നെ ആളുടെ മെയിനായിട്ടുള്ള ടാർഗറ്റ് അവിടെ കുറച്ച് ടോയ്സൊക്കെ ഉണ്ടായിരുന്നേ. ടോയ്സിൻ്റെ സെക്ഷൻ ഇപ്പം ഈ വീഡിയോയിൽ നിങ്ങൾ കാണില്ല. കുറച്ച് കൂടെ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പം അവൾ ഫുൾ ടൈം ആ ടോയ്സിൻ്റെ സെക്ഷനിലായിരിക്കും കേട്ടോ. നമ്മൾ ഓൾറെഡി ഇറങ്ങാൻ ലേറ്റായ കാരണം കൊണ്ട് ഇപ്പം ഷോപ്പിൽ നമ്മൾ നിൽക്കുന്നത് ടൈം ഏകദേശം ഒരു 8:30-8:45 ആയിക്കാണും കേട്ടോ. അവിടെ നമ്മൾ എത്തുമ്പോൾ നമുക്ക് എറണാകുളം വരെ എത്താനുണ്ട്. അവിടെ എത്തുമ്പോൾ ഏകദേശം 9:30 ഒക്കെ കഴിയും എന്നുള്ളത് അറിയാം. അതുകൊണ്ട് നമ്മൾ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നോക്കണേന് കേട്ടോ. പിന്നെ ഇവിടെ ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നിയിട്ടോ. കാരണം ഒരുപാട് ചെറിയ കുട്ടികളുടെയും വലിയവരുടെയും എല്ലാ ടൈപ്പിലുള്ള ഡ്രസ്സ് മാത്രമല്ല ആക്സസറീസും എല്ലാതും ഉണ്ട് കേട്ടോ. അവിടെ ചെരുപ്പൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. നമുക്ക് മേടിക്കണം എന്നുണ്ടായി. പിന്നെ നമുക്ക് സമയമില്ലാത്ത കാരണം കൊണ്ടും ബഡ്ജറ്റ് കുറവായത് കൊണ്ടും നമ്മൾ പിന്നീടത്തേക്ക് അത് മാറ്റി വെക്കുവാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ നമ്മൾ അതൊക്കെ ഒന്ന് നോക്കി ഒരു ഉടുപ്പൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു കേട്ടോ. ഒരു വാവയുടെ ബർത്ത്ഡേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ഈ ഒരു ഉടുപ്പാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തത്. അവൾക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഉടുപ്പ് വാങ്ങിയത് കേട്ടോ. അങ്ങനെ നമ്മൾ മോളതിൻ്റെ ഇടയ്ക്ക് ചെരുപ്പൊക്കെ ഒന്ന് ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ, ആൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ മേടിക്കാതിരിക്കാൻ തോന്നുമല്ലേ? എന്ത് രസമാണ് കാണാനായിട്ട്. പക്ഷേ നമ്മളിപ്പം തൽക്കാലം വാങ്ങിക്കുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഉടുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കൾ വാശി പിടിച്ചപ്പോൾ 2 പേർക്കും കൂടി ഒരു ടെഡി ബിയർ അല്ല, നമ്മളുടെ മുയലില്ലേ, അത് റാബിറ്റിൻ്റെ ഒരു ടോയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായി കേട്ടോ. അങ്ങനെ അത് മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ കരച്ചിലും ബഹളമാക്കി മക്കളാകെ പ്രശ്നമാക്കും. അത് കാരണം കൊണ്ട് മോളിൽ പിടിച്ച് നിൽക്കുന്ന ഈ ഒരു മുയൽക്കുട്ടീനെയാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ. ആൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. അപ്പം ഈ ആൾക്കത് മേടിച്ചപ്പം മറ്റേ ആൾക്ക് വേണമെന്നും പറഞ്ഞിട്ട് കുറച്ച് നേരം വാശി പിടിച്ച് നിന്നാലും 2 പേർക്കും കൂടെ തൽക്കാലം ഒരെണ്ണം വാങ്ങിച്ച് നമ്മൾ ആശ്വസിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ നമ്മൾ മോനിവിടെ ആൾക്കത് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും മോളുടെ അത്രയ്ക്ക് അങ്ങോട്ട് വാശി മോനിക്കില്ല കേട്ടോ. ആളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ പിന്നെ ആൾ ഓക്കെയാണ് കേട്ടോ. പിന്നെ മതി എന്ന് പറയും ആൾ. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങിയിട്ട് കുറച്ച് സമയം എടുത്തു ബില്ലാക്കാനും വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾക്ക് ഞാൻ മുന്നേ ഒരു ഒരാഴ്ച മുന്നേ നമ്മൾ കൊടുങ്ങല്ലൂർ മാക്സിൽ പോയപ്പോൾ നമ്മളൊരു ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ കുറേ സമയം നമ്മളവിടെ പോയി. അങ്ങനെ ഈ കടയിൽ നിന്ന് ചീത്തയും കിട്ടി. എനിക്ക് ആളാണെങ്കിൽ താഴത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നേ. എനിക്ക് തോന്നുന്നു മാക്സിൽ കളക്ഷൻസൊക്കെ അടിപൊളിയാണ്. പക്ഷേ സ്റ്റാഫ് ഒന്നും അത്രയ്ക്ക് പോരാ. കാരണം നമ്മൾ
കസ്റ്റമേഴ്സിന് പറ്റുന്ന രീതിയിൽ അവർ നമ്മളെ അവരുടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്യിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷേ നമുക്കൊരാവശ്യം വരുന്ന സമയത്ത് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറവാണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് കേട്ടോ. ഞാനിപ്പം കൊടുങ്ങല്ലൂർ 2-3 തവണ പോയി. അതിന് ശേഷം ഇവിടെ വന്നപ്പോഴുള്ള എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പം എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കില്ലല്ലോ, അതുകൊണ്ടല്ലോ പറയാനായിട്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടും നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ. എന്നെ ഇഷ്ടപ്പെട്ട് എൻ്റെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അത് ഞാൻ എല്ലാ വീഡിയോസിലും പറയാൻ ട്രൈ ചെയ്യലുണ്ട്. അപ്പം അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ ഉണ്ടല്ലോ, എനിക്ക് ഇതുപോലുള്ള വീഡിയോസ് എടുക്കാനാണ് കൂടുതലും ഇഷ്ടം കേട്ടോ. നമ്മൾ കൂടുതൽ ടൈം കിച്ചണിലാണ്. അപ്പം എനിക്ക് കിച്ചണിലെ കുക്കിംഗ് വീഡിയോസിനെക്കാട്ടിയും ഒത്തിരി ഇഷ്ടം ഇതുപോലുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ്. അപ്പം ഞാൻ അതുപോലുള്ള വീഡിയോസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാനാണ് ശ്രമിക്കൽ കേട്ടോ. അങ്ങനെ കഥ പറഞ്ഞ് നമ്മൾ സ്ഥലത്തെത്തിയത് അറിഞ്ഞില്ല കേട്ടോ. നമ്മൾ വന്നേക്കുന്നത് ഇക്കാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇക്കാൻ്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. അതിനാണ് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓൾറെഡി വന്നപ്പോൾ ലേറ്റ് ആയിട്ടുണ്ടായി. പിന്നെന്താ പറയുക, പക്ഷേ അവിടെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല. നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ മെയിൻ ഉദ്ദേശം അതാണല്ലോ. അങ്ങനെ നമ്മൾ ചെന്ന് ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഫുഡ് കഴിക്കാനൊന്നും നിൽക്കാനുള്ള ടൈം ആക്ച്വലി നമുക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെന്ന പാടെ കേക്കൊക്കെ കട്ട് ചെയ്ത് കേക്കൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത്. നമ്മൾ ഓൾറെഡി 2 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് അവിടെ എത്തിയത്. പിന്നെ ഇനി ഫുഡ് കഴിക്കാനും കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ടൈം വൈകുന്ന കാരണം എൻ്റെ ഫ്രണ്ട് ഫുഡൊക്കെ നമുക്ക് പൊതിഞ്ഞ് തന്നേക്കുവാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ നമ്മൾ അവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ള ടൈമായിരുന്നു. ഒത്തിരി ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ള ടൈമും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ച് പോന്നു കേട്ടോ. വീട്ടിൽ വന്നിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ആ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ പറയാനില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ടൈപ്പിലുള്ള മീറ്റ് കഴിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ പറയാം മൂരി ഇറച്ചി എന്നൊക്കെ പറയും. എനിക്ക് തോന്നിയത് ആ ഒരു മീറ്റാണെന്നാണ് കേട്ടോ. സംഭവം എന്തായാലും അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്തുവാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.